കുരിശു പൊളിച്ചത് നന്നായി, നടന്നത് 50-ൽ അധികം അപകടങ്ങൾ. ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര ഭദ്രാസനത്തിന്റെ അധീനതയിലുള്ള ചേപ്പാട് സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ മുൻപിലുള്ള ചേപ്പാട് ആലപ്പുഴ ദേശീയപാതയുടെ മുൻവശത്തുള്ള കൽക്കുരിശും കുരിശും തൊട്ടിയും ചുറ്റുമതിലും മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് പൊളിച്ചു കളഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്ത, പള്ളി ചവിട്ടിപ്പൊളിച്ചവന്റെ കുരിശ് തകർക്കപ്പെടുമ്പോൾ എന്ന തലക്കെട്ടോടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. ഇത് കണ്ട ചേപ്പാട് സ്വദേശിയും ഓർത്തഡോക്സ് സഭാംഗവുമായ സാബു വർഗീസ് ഞങ്ങളെ വിളിച്ചത് കേൾക്കുക. റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഈ കുരിശും തൊട്ടി കൊണ്ട് അവിടെ 50-ലധികം ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ആ കുരിശുതൊട്ടി ഇരിക്കുന്നതെന്ന് പറയുന്നത് ഏകദേശം ഒരു 40% റോഡിലോട്ട് തള്ളി ഇരിക്കുന്നത്. ഇതിനടുത്തുള്ള അമ്പലത്തിന്റെയും മർത്തോമ പള്ളിയുടെയും പിന്നെ സ്കൂളിന്റെയും വരെ മതിലും കെട്ടിടങ്ങളും എല്ലാം പൊളിച്ചു മാറ്റിയതാ. മാവേലിക്കര ഭദ്രാസനത്തിന്റെ തന്നെ കീഴിലുള്ള കരുവാറ്റപ്പള്ളിയുടെ ഹൈവേ നിന്ന് കുരിശുതൊട്ടി എടുത്തു പൊളിച്ചപ്പോഴൊന്നും ഇവർക്ക് ഇത്രയും കുഴപ്പമില്ലായിരുന്നു. ഈ കുരിശുതൊട്ടി മാക്സിമം ഫ്രണ്ടിലോട്ട് കയറി. ഇത് പണ്ടേ ആളുകൾ കുറെ പ്രാവശ്യം കളക്ടറിന് പരാതി കൊടുത്തി ആക്സിഡന്റുകൾ അവിടെ തുടർച്ചയായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ബെൻഡ് കൂടെ അവിടെ ഉണ്ടായുണ്ട്, വളവ് തന്നെ അവിടെ ഉണ്ടായുണ്ട്. ഇത് റോഡിലോട്ട് 40% ഇറങ്ങിയാണ് ഇതിരിക്കുന്നത്. അതെ, 40% തള്ളിയിരിക്കുന്ന മതിലിൽ നിന്ന് 40% ഫ്രണ്ടിലോട്ട് തള്ളിയിരിക്കുന്ന കുരിശാണ്. 50-ന് മണ്ടയ്ക്ക് ആക്സിഡന്റുകൾ നടന്നിട്ടുണ്ട്. KSRTC വരെ അവിടെ വന്ന് ആക്സിഡന്റ് ആയിട്ടുള്ളയാ. അത് മാത്രമല്ല, ആളുകൾ തന്നെ അവിടെ ഇഷ്ടം പോലെ പ്രാവശ്യം പരാതി പറഞ്ഞിട്ടുള്ള ഈ കുരിശ് ഇച്ചിരി അകത്തോട്ട് മാറ്റി. എന്താ വെച്ചാൽ അത് എടുത്തു മാറ്റാനായിട്ട് നേരത്തെയും കളക്ടർ ഇത് പറഞ്ഞിരുന്നു. അന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് ആവാത്തിരുമേനി കൊടുത്ത കൽപ്പനയും പരാതിയും എല്ലാം ഉണ്ട്. അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഇത് പൊളിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ തുടർച്ചയായിട്ട് ഇത് പരാതികളുടെ മണ്ടയ്ക്ക് കൂന് കൂടിയപ്പോഴാണ് ഇത് പൊളിക്കാനായിട്ട് ഉത്തരവ് ഇറങ്ങുന്നത്. എന്നിട്ട് ഇന്നലെ ഒരു ഇതും പറഞ്ഞു. ഇന്നലെ അവിടെ കാണുന്ന പോലെ ആ വൈദികനെ ആക്രമിച്ചിട്ടില്ല, വൈദികനെ പിടിച്ചു മാറ്റിയെന്നേ ഉള്ളൂ. എന്താ വെച്ചാൽ JCBയുടെ ബക്കറ്റിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? JCBയുടെ ബക്കറ്റിലോട്ട് അവിടുത്തെ അസിസ്റ്റന്റ് വികാരി എന്ന് പറയുന്ന വികാരി ആ ബക്കറ്റ് കയറി കെട്ടിപ്പിടിച്ചിരുന്നു. അപ്പൊ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹത്തിനെ മർദ്ദിച്ചെന്നാണ് പറയുന്നത്. ഇന്നലെ ഞാൻ എറണാകുളത്തോട്ട് പോകുമ്പോഴേ അവിടെ ഇഷ്യൂസ് ഉണ്ട്, ഞാൻ അപ്പോഴേ ഇത് കാണുന്നുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് മാക്സിമം ഇത് നോൺസെൻസ് ആയിട്ട് അവിടെ പണിഞ്ഞു വെച്ചേക്കുന്ന ഒരു കുരിശാണ്. ഇത് പല പ്രാവശ്യം കംപ്ലൈന്റുകൾക്ക് മണ്ടയ്ക്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. കളക്ടറിനും RDOയ്ക്കും എല്ലാം കംപ്ലൈന്റ് പോയിട്ടുള്ളയാ. ലോക്കൽ പോലീസിൽ വരെ കംപ്ലൈന്റ് പോയത്. അവിടുത്തെ നാട്ടുകാർ തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. മരണങ്ങൾ വരെ അവിടെ ഉണ്ടായിട്ടുള്ള ആക്സിഡന്റ് കാരണം. ഇത് തൊട്ടടുത്തുള്ള രാമപുരം അമ്പലത്തിന്റെ കാവും മതിലും വരെ പൊളിച്ചു. വർഷങ്ങൾ, അതായത് ഈ പള്ളിക്ക് മേലെ പഴക്കമുള്ളതാണ് ആ കാവും അമ്പലവും മതിലും എല്ലാം. അതുവരെ പൊളിക്കാനായിട്ട് ആവുമെങ്കിൽ ഈ പള്ളിയുടെ മാത്രം ഇതിനെന്താ കൊമ്പുണ്ടോ? പള്ളിയിലോട്ടല്ലല്ലോ പൊളിച്ചത്, ഫ്രണ്ടിൽ നിന്നൊരു ആളുകൾക്ക് ശാപമായിട്ട് എന്നൊരു കുരിശാണല്ലോ എടുത്തു മാറ്റിയത്. ഒരെണ്ണം സ്ഥാപിക്കാവുന്ന കേസേ ഉള്ളല്ലോ. പുതിയ ഒരെണ്ണം ഇച്ചിരി ഉള്ളിലോട്ട് കയറ്റി മാറ്റി സ്ഥാപിക്കാവുന്നതല്ലോ. അല്ലെങ്കിൽ പള്ളിയുടെ തന്നെ പറമ്പ് അപ്പുറവും ഇപ്പുറവും എല്ലാം നിപ്പുണ്ട്, അവിടോട്ട് മാറ്റി സ്ഥാപിക്കാവുന്ന കേസേ ഉള്ളൂ. ആ കുരിശ് അതേപോലെ ഇളക്കി മാറ്റാവുന്ന കേസേ ഉള്ളൂ. ഇവിടെ ഇന്നലെ ഇത്ര ഇഷ്യൂ ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞാൽ അവിടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നടന്നിട്ടുണ്ട്. ഈ പോലീസുകാർ ഉച്ചയായപ്പോഴേ അവിടെ വന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതാ. അപ്പൊ പറഞ്ഞു വട്ടമേള സമ്മേളനം നടത്തുക. എന്നിട്ട് ഇതെല്ലാം പൊളിച്ചു കഴിഞ്ഞിട്ടാ കളക്ടറിനെ പോലും ഇവര് വിളിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ രാവിലെ ഒന്നും അവിടെ കണ്ടു നിന്ന് എന്റെ സുഹൃത്തുക്കൾ വരെ പറയുന്നു ഈ ഉച്ചയായപ്പോഴേ പോലീസുകാർ അവിടെ RDOയുടെ സാന്നിധ്യം ഉണ്ട്. ഒരു 2 മണി തൊട്ട് അവിടെ RDOയുടെ സാന്നിധ്യം ഉണ്ട്. എന്നിട്ട് കളക്ടറിനെ വിളിച്ചപ്പോൾ കളക്ടർ പറഞ്ഞു ഇനി അത് വഷളാക്കേണ്ട, നിങ്ങൾ അവിടെ നിർത്തിയിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷെ പൊളിക്കാനുള്ള അവർ പൊളിച്ചെല്ലാം മന്ത്രം തന്നെ ക്ലിയർ ചെയ്തില്ലേ? ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കളക്ടറിനെ വിളിച്ചിട്ട് പറയുന്നത് ഇത് പൊളിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് തമാശ അതല്ല, നമ്മളും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യമേ ശ്രദ്ധിച്ചില്ല. പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് JCB കൊണ്ടുവന്ന് കുരിശിളക്കി, കുരിശും തൊട്ടി പൊളിച്ചു, മതിലും പൊളിച്ചു, സകല സാധനവും വടിച്ച് മാറ്റി കഴിഞ്ഞിട്ടാണ് ഇവന്മാര് വന്ന് നിർത്തിവെച്ചു എന്ന് പറഞ്ഞത്. എന്തോ നിർത്തിവെക്കാൻ അവരെന്താണ് ഉദ്ദേശിച്ചത്? അത് പൊളിച്ചടുക്കിയവരെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞു. ഏറ്റവും അവസാനം പറയുന്നത് ഞങ്ങൾക്ക് വഴി ആ വീഡിയോസ്, അതായത് ഇന്നലെ തൊട്ട് ചേപ്പാട് പള്ളിയുടെ ഫേസ്ബുക്ക് പേജിൽ നടക്കുന്ന വീഡിയോസ് ഫുൾ എടുത്തു വെച്ച് കാണുവാണെങ്കിൽ അത് മനസ്സിലാവും. അതിനകത്ത് പറയുന്നുണ്ട്, അവര് തന്നെ ഏറ്റവും അവസാനം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആ വഴി ക്ലിയർ ചെയ്ത് തരണമെന്ന്. ഈ ചേപ്പാട് പള്ളിയിലുള്ളവർ തന്നെയാണ് പറയുന്നത്. അവിടോട്ട് മണ്ണ് കിടപ്പുണ്ട്, അതൊന്ന് വടിച്ച് അങ്ങോട്ട് മാറ്റി തരായിരുന്നു. ഇത് പൈസ കൊടുക്കാമെന്ന് ആദ്യമേ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞാ നിങ്ങൾ പറയുന്ന എമൗണ്ട് തരാമെന്ന്. തൊട്ട് ആ നേരെ തന്നെ നിൽക്കുന്ന മർത്തോമ പള്ളിയുടെ മതിൽ ഇടിച്ചു പൊളിച്ചു കളഞ്ഞ് പള്ളിയുടെ ഫ്രണ്ടിലോട്ട് നിന്നിരുന്ന സ്തംഭം എടുത്തു മാറ്റിയതാ. ഇന്നലെ ആർക്കും പരാതിയില്ല, അന്നൊരു പരാതിയില്ല. മർത്തോമ സഭയ്ക്ക് കൊടുത്ത് അതിന്റെ അപ്പുറത്ത് തന്നെ കത്തോലിക്ക പള്ളിയും ഇപ്പൊ ഉണ്ട്, മലക്കര കത്തോലിക്ക പള്ളിയും ഇപ്പൊ ഉണ്ട്. അവർക്കെല്ലാം നഷ്ടപരിഹാരം കൊടുത്താണോ പൊളിച്ചത്? എല്ലാം നഷ്ടപരിഹാരം കൊടുത്താ പൊളിച്ചത്. ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവര് സമ്മതിച്ചില്ല. ഒന്നാമത്തെ കാര്യം അവിടെ വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര അവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. കമന്റ് ബോക്സ് മാത്രം എടുത്തു വെച്ച് നോക്കിയാൽ മതി. അതിനകത്ത് മാക്സിമം തെറിപ്പാട്ടാ നടത്തിയേക്കുന്നത്. പിന്നെ നാട്ടുകാരിന് തെറിപ്പാട്ടാ പറഞ്ഞേക്കുന്നത്. ആ നാട്ടിലുള്ളവർ എന്താ വെച്ചാൽ അവിടെയുള്ള ഹിന്ദുക്കൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ അമ്പലത്തിന്റെ കാവ് വരെ വളരെ പുരാതനമായ കാവ്, കായംകുളം കൊച്ചുണ്ണിയുടെ നാടും കൂടെ ഇത്
ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അതായത് വേലായുധനും എല്ലാം ജീവിച്ച് നടന്ന സ്ഥലം ഇത്. ആ കാവ് വരെ പൊളിച്ചപ്പോ ഒരു കുഴപ്പമില്ല ആളുകൾക്ക്. ഇവർക്ക് മാത്രം എന്താ കൊമ്പുണ്ട് ഓർത്തഡോക്സ് വിഭാഗത്തിന്. ഇമാരി ഇത് ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. ഇനിയും ഉണ്ടാച്ചാ പൊളിക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഓർത്തഡോക്സ് സഭയുടെ തന്നെ ഇഷ്ടംപോലെ ദേവാലയങ്ങളുടെ ഇത് നിപ്പുണ്ട്. ഇവർക്കെന്ന് പറഞ്ഞ ഒരു കലാപം ഉണ്ടാക്കുക. ഒന്നാമത് കാര്യം ഇപ്പൊ ഇന്നലെ അച്ചായൻ പറഞ്ഞു, ഇന്നലെ രാവിലെ ഓർത്തഡോക്സ് സഭയുടെ 3000 കോടിയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കി. 3000 കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ടാക്കി. എന്താ വെച്ചാൽ സർക്കാരിനെ പണിക്ക് കഴിഞ്ഞാല് ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ പിണറായിയെ വിളിച്ചുകൊണ്ട് ഈ ചേപ്പാട് പള്ളിയുടെ പോസ്റ്റിൽ തന്നെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വന്നായിരുന്നു. പക്ഷെ അതെല്ലാം രാത്രി 12 മണിക്ക് ശേഷം ഡിലീറ്റ് ആയി പോയി. പിണറായി കൊടുത്ത ഓർഡർ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ വിളിച്ചോണ്ട് നടത്തിയ സർക്കാരിനെ ചീത്ത വിളിച്ച പോസ്റ്റുകളെല്ലാം ചേപ്പാട് പള്ളിയുടെ ഇതിൽ നിന്ന് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കുറെ പേര് ചോദിച്ചായിരുന്നു ഇത് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തില്ല. പിന്നെ ഇവര് റീപോസ്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. എന്താ വെച്ചാൽ നാണക്കേടാ, പെട്ടെന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാലെന്നും അവർക്ക് മനസ്സിലായി. രണ്ടാമത് പോസ്റ്റ് ചെയ്തയാ. ഇത് മാക്സിമം വേറൊരു കാര്യമുണ്ട്. ഇതൊരു ഓർത്തഡോക്സ് സഭയുടെ ഒരു ഇഷ്യൂ ആണെങ്കിൽ മാവേലിക്കര ഭദ്രാസനത്തിലെ മറ്റുള്ള പള്ളികൾ ഇത് ഏറ്റെടുക്കേണ്ടതില്ലേ? ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതായത് മാവേലിക്കര ഭദ്രാസനത്തിലെ വളരെ ചുരുക്കം പള്ളികളായ കറ്റാനം വലിയ പള്ളി, കായംകുളം കാതീശ പള്ളി, പുതിയ പള്ളി, കണഞ്ഞാവൂഴി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി, പിന്നെ വള്ളൂന്നം പള്ളി, ഇങ്ങനെ ഈ വള്ളൂന്നം പള്ളിക്കാരനാണ് അവിടുത്തെ അസിസ്റ്റന്റ് വികാരി. ഇത്രയും പള്ളികളുടെ മാത്രം പേജുകളിൽ മാത്രം 1-2 പോസ്റ്റുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. മൊത്തത്തിൽ വന്നിട്ടില്ല. എന്താ വെച്ചാൽ ഇത് ഇഷ്യൂ ആക്കാനായിട്ട് അവർക്കും താല്പര്യമില്ല. എന്താ വെച്ചാൽ ബാവ തിരുമേനിയുടെ കൽപ്പന വന്നു കാണും. ഇപ്പൊ ഇഷ്യൂ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തിന്നോണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളെന്ന്, കല്ലും മണ്ണും പറക്കിക്കൊണ്ട് അവിടെ ഇരിക്കത്തുള്ളെന്ന് അവർക്ക് തോന്നിക്കാണും. ഇതാണ് അവിടെ ഉണ്ടായേക്കുന്നത്. സത്യം പറഞ്ഞ് ഈ കാണുന്ന പോലെ വലിയ ഇഷ്യൂ ഉണ്ടാകാനായിട്ട് ഈ പറഞ്ഞ ആള് കൂടുമെന്ന് പറഞ്ഞിട്ട് കൂട്ടമണി അടിച്ചു. കൂടിപ്പോയാൽ ഒരു 10-20 പേർക്ക് മണ്ടയ്ക്ക് ആദ്യമേ ഒന്നും അവിടെ ആളില്ല. ചുറ്റുവട്ടത്തുള്ള പ്രദേശവാസികളെ വന്നേ. ഈ പറഞ്ഞ പോലെ പള്ളിയിലെ മുഴുവൻ ജനങ്ങളും ഇന്നലെ രാത്രിയിലൊന്നും അവിടെ ഇല്ല. ആ വീഡിയോസ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വെച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. കൂടിപ്പോയി ഒരു 50 പേര് അവിടെ കാണും ആളുകൾ. അവിടെ ചേപ്പാട് മാർ ദീവനാസിയോസ് തിരുമേനി, അതായത് മലങ്കര സഭയുടെ ആദ്യത്തെ മെത്രാപ്പൊലീത്തയായ ദീവനാസിയോസ് തിരുമേനി അവിടെ കബറടക്കം ചെയ്തിരിക്കുന്ന പള്ളിയും കൂടുക. പള്ളി പൊളിക്കത്തില്ല എന്ന് നേരത്തെ ഗവൺമെന്റ് അതോറിറ്റി പറയും. എന്താ വെച്ചാൽ പള്ളി ഇച്ചിരി ഉള്ളിലോട്ടായി നിൽക്കുന്നത് അതുകൊണ്ട്. പക്ഷെ ഈ മതിലും പൊളിക്കേണ്ട മതില് ഈ കുരിശും തൊട്ടും പൊളിച്ച് മാറ്റിയേ പറ്റത്തുള്ളൂ. എന്താ വെച്ചാൽ ബാക്കി എല്ലാവരെയും പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കുരിശും തൊട്ടി മാത്രം അവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഭയങ്കര ഇതായിരുന്നു. ഇതെല്ലാം അലൈൻമെന്റ് ഒക്കെ മാറ്റി എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വന്നത് സാധനം. അത് തന്നെ ഈ പള്ളി പോകാതിരിക്കാൻ വേണ്ടി അലൈൻമെന്റ് വരെ മാറ്റി കൊടുത്തു. എന്നിട്ട് അവിടെ ഫ്ലൈ ഓവറും കൊണ്ടുവന്നു ഇവര്. പള്ളിക്ക് വലിയ ദോഷം തട്ടാതെ. എന്നാലും ബൈപ്പാസ് റോഡ് വേണ്ടേ? എന്താ വെച്ചാൽ അവിടെ അടുത്ത വീടുകൾ ഏകദേശം നല്ല രീതിയിലുണ്ട്. ഏകദേശം ആ ചുറ്റുവട്ടത്ത് തന്നെ 500-ന് മണ്ടയ്ക്ക് വീടുകളുണ്ട്. പിന്നെ കടകൾ നിൽക്കുന്നു. അവിടെ നിന്ന് കടകൾ പൊളിച്ചു. ഒരു കുഴപ്പമില്ല ആർക്കും. എല്ലാവരും അതിന്റെ തുകയും വാങ്ങിച്ചുകൊണ്ട് വന്നു. അവിടെ ഒരു ആഡിറ്റോറിയം ഉണ്ടായിരുന്നു. ഹരിപ്പാട് ഈ കായംകുളം റോഡിന് ഇടയിൽ ഒരു ആഡിറ്റോറിയം ഉണ്ടായിരുന്നു. അത് പൊളിച്ചു മാറ്റി. ഇതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. എന്താ വെച്ചാൽ അത് ഇത്ര സെന്റ് വസ്തുവേ ഉള്ളൂ. ആ പൊളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തുക തന്നെ കിട്ടുന്നത്. എന്താ വെച്ചാൽ സെന്റിന് അതേപോലെ ഒരു എമൗണ്ട് വെച്ചായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുത്തോണ്ടിരുന്നത്. അതായത് ചോദിക്കുന്ന വിലയുടെ 2 ഇരട്ടിയായിരുന്നു സെന്റിന്. പക്ഷെ ആ തുകയൊന്നും വേണ്ട. അവർക്ക് അന്നൊരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇതായിരുന്നു, തുറുപ്പായിരുന്നു. പക്ഷെ ഇന്നലെ രാവിലെ ബാവ തിരുമേനി പാലയിൽ നടന്ന സമ്മേളനത്തിൽ, എക്യുമെനിക്കൽ സമ്മേളനത്തിൽ അത് പങ്കെടുത്തപ്പോ തൊട്ട് പുള്ളിക്ക് അടി വീഴാൻ തുടങ്ങി. എന്താ വെച്ചാല് പുള്ളിക്കാരൻ വിചാരിച്ചു ഇത് ഭാവിയിൽ ഒരു ഗുണം ചെയ്യുന്ന ഒരു കേസാ. കുറച്ചു മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടൊരു കാര്യമുണ്ട്. കട്ടച്ചിറപ്പള്ളി നടന്ന ആ ഇഷ്യൂ എനിക്കത് ഓർമ്മ വരുന്നത്. അതിനകത്ത് കായംകുളം കാതിശ്ശേരി യാക്കോബ പള്ളിക്കാർ പറഞ്ഞൊരു കമന്റ് ഉണ്ട്, ഞങ്ങളുടെ പള്ളി ചവിട്ടി പൊളിക്കാൻ നേരത്ത് നിങ്ങൾ ഇത് ആലോചിച്ചില്ലല്ലോ എന്ന്. ചവിട്ടി പൊളിക്കുന്ന ആരാ അത്? ടോണു എന്നൊക്കെ പറയുന്ന കറ്റാനം വലിയ പള്ളിയിലുള്ള ഒരുത്തന. അവൻ ഒരു ഹാഫ് ലീഗ് ഗുണ്ടയാണ് ടോണു എന്ന് പറയുന്നവന്. അതിനകത്ത് മോനു നൈനാന്, പിന്നെ അതേപോലെ ദീപു, ഇവരെല്ലാരും കറ്റാനം. പിന്നെ മാവേലിക്കര ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി, ഇവരൊക്കെയുള്ള. പിന്നെ അച്ഛന്മാർ വരെ ഉണ്ട്, ജോൺസൺ ഈപ്പൻ. ഇത്രയും പേര് അതിനകത്തുണ്ട്. ഇത്ര ആളുകൾ അതിനകത്തുള്ളതാണ്. എന്നിട്ടാണ് ഇന്നലെ തിരുമേനിയോടെ എപ്പിഫാനിയോസ് തിരുമേനി വാ തുറന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ അവിടെ തിരുമേനിയുടെയും കൂടെ വായ അടപ്പിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചത് അന്ന് കട്ടച്ചിറപ്പള്ളി പിടിച്ചടക്കാനായിട്ടും കട്ടച്ചിറപ്പള്ളിയുടെ വികാരിയായിട്ട് നിയമിതനുമായ ഇന്നത്തെ സഭ, അതായത് മാവേലിക്കര ഭദ്രാസന സെക്രട്ടറിയോട് ഇരിക്കുന്ന ജോൺസൺ ഈപ്പൻ അച്ഛനാണ് ഇന്നലെയും അവിടെ സംസാരിച്ചത്. അയാളാണോ ശരിക്കും ഭദ്രാസനം ഭരിക്കുന്നത് ഇപ്പൊ? സത്യം പറഞ്ഞാണ്. മെത്രാനൊരു വഴിപോക്കൻ പോലെ അവിടെ നിൽക്കുന്നു. അതായത് തിരുമേനിക്ക് വാ തുറക്കാൻ ഒക്കത്തില്ല. എന്താ വെച്ചാൽ ഇവരെല്ലാരും ഒരു ബാച്ചുകാരാ. കുണ്ടം മെത്ര എന്ന് പറയുന്നത് ദിയസ്കോറോസും എപ്പിഫാനിയോസും ഈ ജോൺസൺ ഈപ്പനും, പിന്നെ അന്നത്തെ കറ്റാനം വലിയ പള്ളിയുടെ ഇടവക വികാരിയായിരുന്നു, ഇന്ന് എപ്പിസ്കോപ്പിയായ ജേക്കബ് ജോൺ കല്ലറ അച്ഛനും, ഇത്രയും പേരും ബാച്ച്മേറ്റ്സ് ആ. ഇത്രയും പേരും കാണിച്ചത് അന്തയിലാത്തരം എന്ന് പറഞ്ഞ അങ്ങേയറ്റത്തെ അന്തയിലാത്തരം അവിടെ കാണിച്ചതും. ഇന്നലെ ദിയസ്കോറോസ് തിരുമേനി ഒരു പ്രസ്താവന ഇറങ്ങി. ബാവ തിരുമേനിക്ക് വാ തുറക്കാനത്തില്ല അവിടെ. ദിയസ്കോറോസ് തിരുമേനി വന്നിട്ട് പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ തന്നെ അയച്ചു. അത് മാത്രമല്ല ബാവ തിരുമേനി ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല.
പറയാനൊക്കത്തില്ല. ഇന്നലെ ബാവതിരുമേനിക്ക് പകരം ലെറ്റർ ഇത് നല്ല ചിമിട്ട പണിയാണ് കൊടുത്തത്. ഒരു ചായയും വടയും കൊടുത്ത് ബാവതിരുമേനിക്ക് പകരം ഇന്നലെ ഇത് അയച്ചത് ആരറിയോ? ലെറ്റർ അയച്ചത് ആരറിയോ? ദേവലോകത്തിന്റെ PRO അയച്ചത്. ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോ എന്തായാലും സഭയുടെ തലവനില്ലേ ഇടപെടേണ്ടത്. പക്ഷെ ഇന്നലെ ബാവതിരുമേനി എന്തുകൊണ്ട് മിണ്ടായിരുന്നില്ല? എന്ന് വെച്ചാൽ കൈ കിട്ടാൻ പോകുന്ന തുകയില്ലയോ വലുത്? കൈ കിട്ടാൻ പോകുന്ന തുകയ്ക്കാണല്ലോ സ്ഥാനം. 3000 കോടി രൂപ നിസ്സാര തുകയിലല്ലോ. ഇതേപോലെ ഒരു 2000 കുരിശുപള്ളികൾ അവിടെ പണിയാം. അതാണ് അവന്മാരുടെ ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ കാശുള്ളവനേ ഉള്ള അവിടെ പദവി എന്ന് പറയുന്ന പോലാണ് ഈ സഭയുടെ കാര്യം. എന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ കൂടിയവരിൽ വെറും 4 or 5 പള്ളികൾ മാത്രം കയ്യിലുള്ള കുറിച്ചി ഭാഗത്ത് മാത്രം കാണുന്ന കാനാനയുടെ വലിയ മെത്രാപ്പൊലിത്ത, അതും അഴിമതികൾ മാത്രം കാണിച്ചു. അമേരിക്കയിലൊക്കെ പോയി ബ്ലാക്ക് മണി മാത്രം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നവന്. പിന്നെ അതേപോലെ കത്തോലിക്ക സഭയുടെ ഇവന്മാർ ഒറ്റൊരുത്താണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു സംഭവം കൊണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയെ കത്തിക്കാൻ ശ്രമിച്ചവന്മാരാണ് ഇവന്മാരെല്ലാരും, ഈ കത്തോലിക്ക സഭ. സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്നവര്. രണ്ടാമത്തെ കേസ് ഇപ്പൊ നടക്കുന്ന മാവലികര ഭദ്രാസനം. മാവലികര ഭദ്രാസനത്തിന് ഇതല്ല, ഇതിന് മണ്ടയ്ക്കും കിട്ടിക്കൊണ്ടിരിക്കും. ഓർത്തഡോക്സ് സഭയുടെ എന്നല്ല, സകല സമുദായങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഇതുപോലെ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്ന, ഗതാഗത തടസ്സമുണ്ടാക്കുന്ന, പൊതുജനങ്ങളുടെ മാർഗത്തിന് തടസ്സമുണ്ടാക്കുന്ന സകല നിർമ്മിതികളും എത്രയും വേഗം പൊളിച്ചു കളയണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.